ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേദസാഹിത്യങ്ങൾ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് മൂന്ന് തരത്തിൽ നമ്മളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് മൂന്ന് തരത്തിൽ നമ്മളെ അത് ബോധദീപ്തമാക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നമ്മളെ ആധ്യാത്മികതയിൽ മുന്നേറാൻ വേണ്ടി നമ്മുടെ ബുദ്ധിയെ എന്താണ് പ്രകാശിപ്പിക്കുന്നത് എന്ന് പുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്. വേദാഹ പുരാണം കാവ്യം ച പ്രഭുർ മിത്രം പ്രിയേവച. മൂന്ന് തരത്തിൽ പ്രഭു മിത്രം പ്രിയേവച ബോധയന്തീതി ഹി പ്രാഹൂസ് ത്രിവൃത് ഭാഗവതം പുനഃ. ഏത് പുരാണം നോക്കിയാലും നിങ്ങൾക്ക് മൂന്ന് തരത്തിലാണ് നിങ്ങൾ ഭാഗവതം, അതായത് വേദങ്ങൾ അല്ലെങ്കിൽ വേദങ്ങളും പുരാണങ്ങളും കാവ്യങ്ങളും പോലെയുള്ള എന്ത് ഗ്രന്ഥങ്ങൾ നിങ്ങളെ ബോധദീപ്തരാക്കുന്നത്. ഒന്ന് പ്രഭു എന്ന് പറഞ്ഞ മാസ്റ്റർ, അതായത് ഒരു അധികാരി നമ്മളോട് പറയുന്നത് പോലെ ആണ് ആര് പറയുന്നത്? വേദങ്ങൾ നമ്മളോട് പറയുന്നത്. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നതിന് ചോദ്യമേ ഇല്ല. അത് പ്രവർത്തിച്ചേ പറ്റൂ. ധർമ്മം എന്ന് പറയുന്നത് ഭഗവത് പ്രണീതമാണ്. അതുകൊണ്ട് തന്നെ വേദങ്ങളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആധ്യാത്മിക പുരോഗതിക്ക് എന്ത് ചെയ്യണം? അത് ഫോളോ ചെയ്യണം. അതിന് ചോദ്യമില്ല. അതായത് അതിനെ എതിർക്കാൻ നമുക്ക് പറ്റുകയില്ല. പ്രഭു, അതായത് നമ്മളുടെ മാസ്റ്റർ പറയുന്നത് അന്തിമ വാക്കാണ്, നമുക്കതിനെ എതിർക്കാൻ പറ്റുകയില്ല. ഇനി രണ്ടാമത്തേത് മിത്രം എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ്. അയാള് നമ്മളെ ആജ്ഞാപിച്ചുകൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. സ്നേഹത്തോടുകൂടി എന്ത് ചെയ്യും? നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു എന്താണ് നമുക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. അയാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. അത് നമ്മൾക്ക് കേൾക്കാം, തള്ളിക്കളയാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കേൾക്കാം, കേൾക്കാതിരിക്കാം. പക്ഷെ അത്ര സ്നേഹത്തോടെ ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നമ്മളോട് പറയുമ്പോൾ എനിക്ക് ഹിതകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും? ഞാനത് സ്വീകരിക്കും. മറ്റേത് എന്താണ്? ചെയ്തേ പറ്റൂ എന്ന് ഒരു മാസ്റ്റർ പറയുന്നത് പോലെ. അതാണ് വേദസാഹിത്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തേത് മിത്രം പറയുന്നത് പോലെ. അങ്ങനെ ആരാണ് നമ്മളോട് പറയുന്നത്? പുരാണങ്ങൾ. അതായത് പുരാണങ്ങൾ ഒരുപാട് 18 പുരാണങ്ങൾ അല്ലേ? വ്യാസദേവൻ തന്നെ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നതുണ്ട് 18 പുരാണങ്ങൾ. 6 തരത്തിലുള്ള, അതിനകത്ത് 6 എന്ന് പറയുന്നത് സത്വഗുണത്തിലുള്ള പുരാണങ്ങളാണ്. അടുത്ത 6 എന്ന് പറയുന്നത് രജോ ഗുണത്തിലുള്ള പുരാണങ്ങളാണ്. അടുത്ത 6 എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ള പുരാണങ്ങളാണ്. അപ്പൊ ഈ 3 തരത്തിലുള്ള പുരാണങ്ങളും 3 തരത്തിലുള്ള ആൾക്കാർക്ക്, സ്വഭാവ വിശേഷങ്ങളുള്ള ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അവരുടെ ബോധത്തെ ദീപ്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനി ഒരു ശാസ്ത്രശാഖയുണ്ട്, കാവ്യം എന്ന് പറയും. കാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോയറ്റ്, അല്ലെങ്കിൽ എന്താണ് വളരെ മനോഹരമായിട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് കവിത പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. അവരെന്താ ചെയ്യുന്നത്? ഒരു സ്നേഹിതനെ പോലെ, കൂട്ടുകാരനല്ല, മിത്രമല്ല, ലവർ അല്ലെങ്കിൽ പ്രണയിതാവിനെ പോലെയാണ് ഈ കാവ്യത്തിൽ കൂടി നമ്മളെ ബോധവാന്മാരാക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് മൂന്നും ബോധയന്തീതി ഹി പ്രാഹു ത്രിവൃത് ഭാഗവതം പുന എന്ന് പറയും. ഈ 3 കാര്യങ്ങളും കൊണ്ട് ഭാഗവതം നമ്മളുടെ ബോധത്തെ പ്രകാശിപ്പിക്കുമെന്ന്. വേദങ്ങൾ, ഭാഗവതം എന്ന് പറയുന്നത് വേദങ്ങളുടെ വേദാന്ത സൂത്രത്തിന്റെ പരിഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥ നാച്ചുറൽ കമന്ററിയാണ് എന്ത്? ശ്രീമദ് ഭാഗവതം. അപ്പൊ നിങ്ങൾ വേദങ്ങളെല്ലാം
പഠിച്ചിട്ട് നിങ്ങൾ ഭാഗവതം വായിക്കേണ്ട ആവശ്യമില്ല. ഭാഗവതം മാത്രം വായിച്ചാൽ മതി. നിങ്ങൾക്ക് വേദങ്ങളിനകത്തുനിന്ന് എന്താണോ മനസ്സിലാക്കേണ്ടത്, അൾട്ടിമേറ്റ്ലി അതിന്റെ ക്രീം എന്താണ്, അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഭാഗവതത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്ന ഒരു മാസ്റ്ററെ പോലെയാണ്. ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ, നിങ്ങൾക്ക് ആധ്യാത്മിക പുരോഗതി എന്താണ് ഉറപ്പായിട്ടും ഉണ്ടാകും. ഒന്ന്. ഇനി രണ്ട്, അതൊരു പുരാണമാണ്. മിത്രത്തെ പോലെ വേദങ്ങളെല്ലാം വന്നിട്ട് ഒരുപാട് കഠിനമായിട്ടുള്ള പദങ്ങളും ഉപമകളും ഒക്കെ ഉപയോഗിക്കും. അതൊന്നും ചിലപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താണ്? പുരാണത്തെ പോലെ, ഒരു മിത്രത്തെ പോലെ പറഞ്ഞു തരും. ഇങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവ് കേട്ടത്, ഇങ്ങനെയാണ് അംബരീഷ മഹാരാജാവ് ചെയ്തത്, ഇങ്ങനെയാണ് പ്രഹ്ലാദ് മഹാരാജാവ് ചെയ്തത്, ഇങ്ങനെയാണ് ധ്രുവ മഹാരാജാവ് ചെയ്തത്, ഇങ്ങനെയാണ് പൃഥു മഹാരാജാവ് ചെയ്തത്, ഇങ്ങനെയാണ് രാമചന്ദ്രമൂർത്തി ചെയ്തത്, ഇങ്ങനെയാണ് ഹനുമാൻ ചെയ്തത് എന്ന് എങ്ങനെ പറഞ്ഞു തരും? ഉദാഹരണത്തിൽ കൂടി മിത്രത്തെ പോലെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ശ്രീമദ് ഭാഗവതം വളരെ ലളിതമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാകും. ഇനി മൂന്നാമത്തെ കാവ്യം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകം നമ്മൾ ആദ്യത്തെ ശ്ലോകം തന്നെ കേട്ടു, ജന്മാദ്യസ്യ യതഃ. അത് ഈ കവിത എന്ന് പറയുന്നത് എന്തെങ്കിലും എന്താണ്, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അതിനകത്തുള്ള വേഴ്സസ് എല്ലാം ഈ പ്രകാരമാണ്. ദശമസ്കന്ധത്തിലെ വേണുഗീതം അല്ലെങ്കിൽ ഗോപിഗീതം ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത്. ബർഹാപീതം നടവരവപുഃ കർണയോ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻ വേണൂർ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിഃ. ഇത് വേണുഗീതം സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ശ്ലോകത്തിലെ ഒന്നാണ്. എത്ര മനോഹരമായിട്ടുള്ള കാവ്യമാണ് ഇത് എന്ന് നിങ്ങൾ ഇനി വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഫിലോസഫി ഉണ്ട്, കഥകളുണ്ട്, പിന്നെ എന്തുണ്ട്? കാവ്യവും ഉണ്ട്. അപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിനെ ഈ മൂന്ന് തരത്തിലും എന്ത് ചെയ്യും? നമ്മളുടെ ബോധത്തെ ദീപ്തമാക്കുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ എന്താണ്? ശ്രീമദ് ഭാഗവതത്തെ ഒരു 4 കാര്യങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. അത് ഇനി വരും. അത് 12ാമത്തെ സ്കന്ധത്തിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്ലോകം ഇവിടെ പറയുന്നില്ല. എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? ഒന്ന്, ലാമ്പ് അല്ലെങ്കിൽ ഒരു ദീപം. ദീപം എന്താണ് ചെയ്യുന്നത്? ദീപം ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കൊണ്ടുപോയി ഒരു ദീപത്തെ കത്തിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ എന്താക്കും? ദീപം ഇല്ലാതെയാക്കും, അവിടെ മുഴുവൻ പ്രകാശമാക്കും. നമ്മളുടെ ബോധമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അജ്ഞത എന്ന് പറയുന്ന ആ ഇരുട്ടിനെ ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഒരു ദീപം പോലെ അതിന്റെ അജ്ഞതയെ ഇല്ലാതാക്കും. നമ്മളുടെ ബോധമണ്ഡലം വന്നിട്ട് ദീപ്തമാകും, ആധ്യാത്മികമായിട്ടുള്ള ദീപ്തമായി മാറും. 2, സൺ അല്ലെങ്കിൽ സൂര്യൻ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ എന്നുള്ള ഒരാളുടെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ആളുടെ എക്സിസ്റ്റൻസ് കൊണ്ടാണ് നമ്മൾ എല്ലാ വസ്തുക്കളും കാണുന്നത് തന്നെ, യഥാർത്ഥത്തിൽ കാണുന്നത് തന്നെ. രാത്രിയിൽ നമ്മൾ ഒരു കയറിൽ ചവിട്ടി അല്ലെങ്കിൽ കയറിൽ പിടിച്ചു നോക്കിയിട്ട് അത് പാമ്പാണെന്ന് വിചാരിക്കും. പക്ഷേ സൂര്യൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കയറിനെ കയറായിട്ട് കാണും, പാമ്പിനെ പാമ്പായിട്ട് കാണും. അതുകൊണ്ട് നമ്മളുടെ മിസ്കൺസെപ്ഷൻ, അബദ്ധധാരണകൾ ഒരു ജീവാത്മാവിന് ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ വിഷൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ലോകത്തെ നോക്കി കാണേണ്ടത് എന്ന് ഭാഗവതം പറഞ്ഞു തരും. സൂര്യനെ പോലെയാണ് ഭാഗവതം. അപ്പോൾ ഇനി 3, ഒരു ഫലം അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്. നമ്മൾ പറഞ്ഞു നിഗമകൽപ്പ തരോർ ഗളിതം ഫലം എന്ന് പറഞ്ഞു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെ പോലെ നമ്മൾക്ക് ശ്രീമദ് ഭാഗവതത്തെ ഉപമിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം ശ്രീമദ് ഭാഗവതത്തെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കും കേൾക്കാത്ത ഒന്നിനോടാണ്. മോഹിനി മൂർത്തിയോടാണ് ഉപമിച്ചിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിനെ. മോഹിനി മൂർത്തി എന്താണ് ഉപമിക്കാൻ കാരണം എന്നാൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ആ മോഹിനി മൂർത്തി എന്താണ് ചെയ്തത്? അസുരന്മാർക്ക് അമൃതം സേവിക്കാനുള്ള അവസരം മോഹിനിമൂർത്തി നൽകിയില്ല. ആർക്ക് മാത്രമേ നൽകിയുള്ളൂ? പയസായിട്ടുള്ള ദേവന്മാർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് പ്യോറായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താണ് ആത്മാർത്ഥതയോടുകൂടി ശ്രീമദ് ഭാഗവതത്തിനെ ശരണം പ്രാപിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വെളിവാക്കുകയുള്ളൂ. ഗുരുവിലും ഭഗവാനിലും അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും
അവരുടെ വാക്കുകളെ പൂർണ്ണമായിട്ടുമുള്ള വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് വെളിവാക്കപ്പെടുകയുള്ളൂ. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉദാഹരണം. അതായത് എന്തൊക്കെ തരത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിനെ കമ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ 4ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. അജാമിൾ പ്രഭു അതൊന്ന് സ്ലൈഡ് ഷെയർ ചെയ്യുമോ? ഇവിടെ ശ്രീമദ് ഭാഗവതം നറേഷൻ തുടങ്ങുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 4ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? നറേഷൻ. അതായത് എന്താണ് ആ ഒരു സന്ദർഭത്തിൽ നടക്കുന്നത്. നമ്മളിപ്പോ എവിടെയാണ്? നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ ഒരു വനമാണ്. അവിടെ എന്താണ്? നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം ആദ്യം. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസത. നൈമിഷ അരണ്യം എന്ന വനത്തില് ആ നിമിഷ ക്ഷേത്രേ എന്ന് വെച്ചാൽ സവിശേഷമായിട്ടും ഭഗവാന് പ്രിയമുള്ള സ്ഥലമാണ് അത് എന്ന് പറയുന്നത്. അവിടെ ആരാണുള്ളത്? ഒരുപാട് ഋഷിമാര്. എന്തിനാണ് ഋഷിമാര് ചെയ്യുന്നത്? അവിടെ എന്താണ് ആ ഋഷിമാരെല്ലാം കൂടെ ചെയ്യുന്നത്? വനത്തിലിരുന്ന ആ ഋഷിമാർ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഒരു 1000 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞം. നമ്മൾ മനസ്സിലാക്കണം, ഇത് കലിയുഗത്തിലല്ല. ഇത് എപ്പോഴാണ്? ദ്വാപരയുഗത്തിന്റെ അന്തിമമായിട്ടുള്ള സമയത്താണ് ഇത് ചെയ്യുന്നത്. ദ്വാപരയുഗത്തിലുള്ള ഒരാളുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മളെ പോലെ 100 വയസ്സല്ല. അവരുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തരത്തിലുള്ള 1000 വർഷം നീണ്ടു നിൽക്കുന്ന തപശ്ചര്യകളും യാഗങ്ങളും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവരാദ്യം എന്താണ്? സ്വർഗായ ലോകായ. അവരുടെ ഇനീഷ്യൽ ആവശ്യം എന്തായിരുന്നു? സ്വർഗലോകങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ന് എന്ത് ചെയ്യുന്നു? ആദ്യം അവര് ഇത് ചെയ്തത്. ഏത് ചെയ്തത്? ഒരു സത്രം ചെയ്തത്. അപ്പൊ അവിടെ അതിനുശേഷം എന്ത് സംഭവിച്ചു? 5ാമത്തെ ശ്ലോകം. ത ഏകദാ തു മുനയഃ പ്രാതർഹുതഹുതാഗ്നയഃ സത്കൃതം സൂതം ആസീനം പ്രഭച്ഛുരിതമാദരാത്. പ്രഭച്ഛുർ ഇതം ആദരാത് എന്നാണ് അതിന്റെ പപ്രച്ഛുർ ഇതം ആദരാത് എന്നാണ്. അപ്പോ അവര് നൈമിഷാരണ്യത്തില് ഒരുപാട് മഹർഷിമാരുണ്ട്. ആ മഹർഷിമാർ എന്ത് ചെയ്യുന്നു? 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം എന്ന് സത്രത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അവര് ആസീനരായിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരാൾ വന്നു. എന്താണ്? സൂത ഗോസ്വാമി എന്ന് പറയുന്ന ഒരു ആൾ അവിടെ വന്നു. ആ സൂത ഗോസ്വാമിയോട് ഈ മഹർഷിമാർ വന്നിട്ട് ഈ സത്രം തുടങ്ങുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ. പപ്രച്ഛ. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ? പപ്രച്ഛ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുക എന്നാണ്. ഇതം ആദരാത്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ആദരവോടുകൂടിയാണ് ചോദിക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോ ഈ ഗോസ്വാമി ഋഷിമാരെല്ലാം, നൈമിഷാരണ്യത്തിലെ ഋഷിമാരെല്ലാം വന്നിട്ട് അവരുടെ പ്രാതകൃത്യങ്ങൾ, പ്രാതസ്നാനം, അതായത് അവരുടെ ഗായത്രി മന്ത്രം, രാവിലെയുള്ള കുളി, ജപം, ഇതെല്ലാം വന്നിട്ട് ചെയ്തതിന് ശേഷം അവർ സൂത ഗോസ്വാമിയെ വന്നിട്ട് ഒരു തദത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് സാധാരണ ഇവിടെ നമ്മള് ഭാഗവതം കേൾക്കുന്ന ആളുടെയും ഭാഗവതം പറയുന്ന ആളുടെയും ഒരു മൂഡ് അല്ലെങ്കിൽ വികാരം എന്ത് എന്നാണ് ഈ കുറച്ച് ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ ആരാണ് കേൾക്കാനിരിക്കുന്നത്? ശൗനകാദികളായിട്ടുള്ള ഋഷികൾ. ആ ഋഷിമാരുടെ നേതാവിന്റെ പേര് ശൗനക ഋഷി എന്നാണ്. അപ്പൊ ശൗനക ഋഷി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രായമുള്ള, വളരെ മച്യൂർ ആയിട്ടുള്ള, പക്വത വന്നിട്ടുള്ള ഒരു ഋഷിയാണ്. അദ്ദേഹമാണ് ഇവരുടെ നേതാവ്. ഒരുപാട് ഋഷിമാരുണ്ട്. അപ്പോൾ ആ ഋഷിമാർ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? സൂത ഗോസ്വാമിയോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾ ശൗനകാദി ഋഷികളും പറയുന്ന ആൾ സൂത ഗോസ്വാമിയുമാണ്. അപ്പൊ ഇവിടെ
നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ശ്രീലപ്രഭുപാദിന്റെ പർപ്പോട്ട് എക്സ്റ്റെൻസീവ് ആയതുകൊണ്ട് അത് മുഴുവനും വായിക്കാനുള്ള നമുക്ക് സമയമില്ല. നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് അത് വായിച്ചു നോക്കാം. പക്ഷെ അതിനകത്തു നിന്നുള്ള സംഗ്രഹം എന്താണ്, എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം കേൾക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം സംസാരിക്കേണ്ടത് എന്നാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് കേൾക്കേണ്ട ആൾ, അല്ലെങ്കിൽ ഈ വേദസാഹിത്യങ്ങളെ കേൾക്കേണ്ട ആൾ എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടി മാത്രമല്ല ഇത് കേൾക്കേണ്ടത്. കമ്പാഷൻ, അല്ലെങ്കിൽ എന്താണ് അതിന് പറയുക, കാരുണ്യം എന്ന് പറയുന്ന ഒരു ഗുണമാണ് ഈ കേൾക്കുന്ന ആൾക്കുണ്ടാവേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വന്തം ഉന്നമനത്തിന് വേണ്ടി മാത്രമല്ല, തന്നെ പോലെയോ തന്നേക്കാൾ അറിവുള്ളവരോ അല്ലെങ്കിൽ തന്നേക്കാൾ അറിവ് കുറഞ്ഞവരോ ആയിട്ടുള്ള എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി മുഴുവനും ഉള്ളതാണ്. ആ ചോദ്യങ്ങൾ ബെനഫിഷ്യൽ, അതായത് മനുഷ്യ സമൂഹത്തിന് വേണ്ടി മുഴുവനും ഉന്നമനത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം ആ ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും, സൂത ഗോസ്വാമിയോട് എന്തായിരിക്കും ആ ഋഷിമാര് ചോദിക്കുന്നത്? എന്താണ് സൂത ഗോസ്വാമി എവിടെ നിന്നാണ് വരുന്നത്? സൂത ഗോസ്വാമിക്ക് സുഖമാണോ? സൂത ഗോസ്വാമിയുടെ അച്ഛനും അമ്മയും എന്തു പറയുന്നു? സൂത ഗോസ്വാമിയുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ എന്തു പറയുന്നു? സൂത ഗോസ്വാമി ഭക്ഷണം കഴിച്ചു പോയി? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ചോദ്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഏത്? ഈ ഋഷിമാര് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഈ എന്താണ്, നമ്മൾ ഈ പ്രകാരം സ്പിരിച്വൽ മാസ്റ്ററിനെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കാണാൻ പോകുമ്പോൾ ഭൗതിക കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആ ഒരു ചെറിയ സമയം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇത്തിരി സമയമാണ് നമ്മൾക്ക് അദ്ദേഹത്തോട് പേഴ്സണലി സംസാരിക്കാൻ കിട്ടും. നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ അല്ലെങ്കിൽ നമ്മളുടെ ഗുരു എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് വളരെ ചെറിയ സമയമായിരിക്കും. ആ സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങൾ, എൻ്റെ ജോലിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ഫാമിലി ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, അതാണ് ഇതാണ് എന്നുള്ളതിനേക്കാൾ എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്? ഉന്നമന ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അതാണ് ഇവിടെ സൂത ഗോസ്വാമിയോട് ആര് ചോദിച്ചിരിക്കുന്നത്? ശൗനകാദി ഋഷിമാർ ചോദിച്ചിരിക്കുന്നത്. ഋഷിമാർ അല്ലെങ്കിൽ ശ്രീലപ്രഭുപാദന്റെ പർപ്പട്ടിൽ എഴുതുന്നു, 4-ാമത്തെ ശ്ലോകത്തിന്റെ പർപ്പട്ടിൽ എഴുതുന്നു, ഋഷിമാരെല്ലാം ഈ എന്താണ് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉത്സുകരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങളും ആ തരത്തിലുള്ളതായിരിക്കും. ഇനി രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രപച്ചുർ ഇതം ആദരാത് എന്നാണ് പറഞ്ഞത്. ആദരവ് എന്ന ഒരു വാക്ക് അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് ആദരവ് എന്ന വാക്കിന്റെ അർത്ഥം? നമ്മൾ ഒരാളോട് ചോദ്യം ചോദിക്കുന്നത് 3 തരത്തിലാകാം. ഒന്ന്, നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് അയാളിൽ നിന്ന് നമ്മൾക്ക് ഉത്തരം വേണം, നമ്മൾക്കറിയാൻ വേണം. ഇനി രണ്ടാമത് പലതരത്തിൽ ചോദ്യം ചോദിക്കാം. ഒന്ന്, എനിക്ക് ഉത്തരം അറിയാം, ആ ഉത്തരം നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് വേണമെന്നും ചോദിക്കാം. അതായത് ചലഞ്ചിങ്, അല്ലെങ്കിൽ അയാളോട് തർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടി ചോദിക്കാം. ചലഞ്ചിങ് മൂഡ്, അയാൾ ശരിക്കും ജ്ഞാനിയാണോ എന്ന് പരീക്ഷിക്കുന്ന മൂഡ്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന മൂഡ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത് നിങ്ങൾ പറഞ്ഞു തരണം എന്നുള്ള സബ്മിസീവ് മൂഡ്. ഇവിടെ എന്താണ് ഋഷിമാർ നമ്മൾ കാണിച്ചു തരുന്നത്? പപ്രച്ചുർ ഇതം ആദരാത്. ഈ ആദരവ് എന്ന് പറയുന്ന ആ ഒരു ശീലം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന, ഭാഗവതം ശ്രവിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അത്രയ്ക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം കിട്ടുകയില്ല. ഒരു താഴ്ന്ന നിലത്തെ നീരോടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് വിനയത്തോടു കൂടി ശ്രവിച്ചാൽ മാത്രമേ ആ നോളജ് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ രാമായണം ക്ലാസ്സിൽ കേട്ടു, അതോ കേൾക്കാൻ പോകുന്നു? നമ്മൾ അതെ, കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് നമ്മളുടെ ശുക്രാചാര്യർ, ആ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രം പറയാം. ശുക്രാചാര്യർക്ക് ഒരു ശിഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് മായാസുരൻ എന്നാണ്. ശുക്രാചാര്യരുടെ ശിഷ്യനാണ് മായാസുരൻ. ശുക്രാചാര്യരിൽ നിന്നാണ് മായാസുരൻ അല്ലെങ്കിൽ മായാദാനവൻ എല്ലാ തരത്തിലുമുള്ള വിജ്ഞാനവും നേടിയത്. പക്ഷെ പ്രശ്നം എന്താണ്? മായാദാനവൻ ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ച് വരം നേടുമ്പോൾ ബ്രഹ്മദേവനോട് ചോദിച്ച വരം എന്താണെന്നറിയാമോ? ശുക്രാചാര്യരുടെ മനസ്സിലുള്ള എല്ലാ വാസ്തുവിദ്യകളെയും കുറിച്ചുള്ള ജ്ഞാനം
ഒരു പാടും കൂടാതെ അല്ലെങ്കിൽ ഒരു ആയാസവും കൂടാതെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു വരണം. ഗുരുവിൽ നിന്നും ജ്ഞാനം യഥാർത്ഥ രീതിയിൽ സബ്മിസീവായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ ശുക്രാചാര്യരെല്ലാം പറഞ്ഞു തരും. പക്ഷേ അതല്ല മായാദാനവന് വേണ്ടത്. ആ ദാനവൻ അല്ലെങ്കിൽ അസൂര്യ ഗുണമുള്ള ആളായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഗുരുവിന്റെ ബോധമണ്ഡലത്തിലുള്ള എല്ലാ അറിവും അങ്ങനെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം? ഈ വരത്തിൽ കൂടി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടണം. ബ്രഹ്മദേവൻ തഥാസ്തു എന്ന് പറഞ്ഞു. കാരണം ശുക്രാചാര്യരും ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ശുക്രാചാര്യർ പക്ഷെ ഒന്നും തൻ്റെ നോളജിൽ എന്താണ് ആ നോളജ് എല്ലാം വന്നിട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പോയി, മായാദാനവന് ട്രാൻസ്ഫർ ആയി പോയി എന്ന് ശുക്രാചാര്യർക്ക് മനസ്സിലായിട്ടും ശുക്രാചാര്യർ ആ ധ്യാനത്തിൽ നിന്ന് എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മായാദാനവനെ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ഒരു ഗുരുവിനെ ചീറ്റ് ചെയ്തുകൊണ്ട് നേടുന്ന ഒരു ജ്ഞാനത്തിന് അധികം ആയുസില്ല എന്ന് ശുക്രാചാര്യർക്ക് അറിയാം. അതേപോലെ ഇവിടെ സബ്മിഷൻ എന്നുള്ള ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഭാഗവതം ശ്രവിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്ത് 2 ക്വാളിറ്റീസ് വേണം? ഒന്ന് കമ്പാഷൻ, കാരുണ്യം വേണം. 2 എന്ത് വേണം? ആദരവ് വേണം. അല്ലെങ്കിൽ സബ്മിഷൻ, സ്പീക്കർ, അതായത് ആ ഇരിക്കുന്ന ഒരാൾക്ക് ഉത്തരം നൽകുന്ന ഒരാൾ അല്ലെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ ആ പ്രചരിപ്പിക്കുന്ന ആൾ, ഭാഗവതം പറയുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വിലയുള്ളത്, എന്ത് വിലയാണുള്ളത്, ആരാണ് ആ ശ്രീമദ് ഭാഗവതം പറയുന്നത്? യഥാർത്ഥത്തിൽ ആരാണ് ശ്രീമദ് ഭാഗവതം പറയാൻ പോകുന്നത്? സൂതഗോസ്വാമിയാണ്. പക്ഷേ സൂതഗോസ്വാമി ആയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്? ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. കാരണം ആദ്യം ഈ നോളജ് എവിടെ നിന്നാണ് വരുന്നത്? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ബ്രഹ്മാവിലേക്ക് വന്നു. പിന്നെ ബ്രഹ്മാവിൽ നിന്ന് അത് നാരദരിലേക്ക് വന്നു. നാരദൻ അത് വ്യാസദേവന് കൊടുത്തു. അങ്ങനെ ഈ പരമ്പര വഴി വരുന്ന ജ്ഞാനമായതുകൊണ്ട് ഒരു ഉടച്ചിലും ഒന്നും തട്ടാതെ ആ ജ്ഞാനം എവിടെ കൂടെയാണ് വരുന്നത്? ഈ വഴിയെല്ലാം വരുന്നത് ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്? അപ്പോൾ ആ പറയുന്ന ആൾ, ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്ന ആളെന്ന് പറയുന്നത് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അത്ര ആദരവാണ് നമ്മൾ ആൾക്ക് കൊടുക്കേണ്ടത്, ആ സ്പീക്കറിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഹിയറർ എന്ന് പറയുന്ന, അതായത് ശ്രോതാവിന് വേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് 1 സബ്മിസീവ് ആയിരിക്കണം, 2 കമ്പാഷനേറ്റ് ആയിരിക്കണം. ലോകത്തിന്റെ ഹിതകരമായ കാര്യത്തിന് വേണ്ടിയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചലഞ്ച് ചെയ്യാനല്ല അല്ലെങ്കിൽ തർക്കിക്കാനല്ല ചോദിക്കേണ്ടത്. എനിക്ക് യഥാർത്ഥത്തിൽ അത് അറിഞ്ഞുകൂടാ, എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കണം എന്ന ആത്മാർത്ഥതയോടുകൂടി വളരെ വിനയത്തോടു കൂടി വേണം ചോദിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവർ ചോദിച്ചത്. ചലഞ്ചിങ് ആയിട്ട് ചോദിച്ചാലും ഒക്കെ അയാൾ ഉത്തരം പറയുമായിരിക്കും. ശ്രോതാവ് സ്പീക്കർ അത്രയധികം പ്രവക്താവ് അത്രയധികം സഹതാപമുള്ള, കാരുണ്യമുള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് തരത്തിൽ വന്ന് ചോദിച്ചാലും, ചലഞ്ചിങ് ആയിട്ട് ചോദിച്ചാലും നമുക്ക് ഉത്തരം തരും. പക്ഷേ അത് സ്വീകരിക്കാനുള്ള മൂഡ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരം കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി 6 മുതൽ 7 ശ്ലോകങ്ങൾ, 6, 7. ഇപ്പൊ നമ്മൾ 2 ശ്ലോകങ്ങൾ കണ്ടു, 4, 5. 6, 7 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് സൂതഗോസ്വാമിയെ പ്രകീർത്തിക്കുന്ന ശ്ലോകങ്ങളാണ്. ശ്ലോകം 6 ഋഷിമാർ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഋഷയ ഉചുഹു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യ അധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. എന്താണ് ഋഷിമാർ പറഞ്ഞു? 3 ശ്ലോകങ്ങൾ, 6, 7, 8 ശ്ലോകങ്ങൾ. ആക്ച്വലി നമ്മൾ 6ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ വായിച്ചത്. അത് സൂതഗോസ്വാമിയെ എന്തിനാണ് ഈ പ്രവക്താവായിട്ട് ഇവർ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നു. അതായത് ഈ ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദ്യങ്ങളിൽ കൂടെയാണ്. ചോദ്യങ്ങൾ ആരാണ് ചോദിക്കുന്നത്? നൈമിഷാരണ്യത്തിലെ ഋഷിമാരാണ് ചോദിക്കാൻ പോകുന്നത്. പ്രവക്താവ് ആരാണ്? സൂതഗോസ്വാമിയാണ്. സൂതഗോസ്വാമി പ്രവക്താവായിരിക്കാൻ എന്താണ് കാരണം? അത് ഈ ഋഷിമാർ യഥാർത്ഥത്തിൽ, അപ്പൊ നമ്മൾ വിചാരിക്കും സൂതഗോസ്വാമി മാത്രം എന്താ അവിടെ പ്രവക്താവായിട്ടിരിക്കുന്നത്? അവിടെ എത്രയോ ആൾക്കാരുണ്ട്, എന്തുകൊണ്ട് അവർക്ക് ഭാഗവതം പറഞ്ഞുകൂടാ? എന്തുകൊണ്ടാണ് സൂതഗോസ്വാമിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം നമ്മൾക്ക് വരും, വായിക്കുന്ന ആൾക്കാർക്ക് വരും. നിഷ്കളങ്കരായ ആൾക്കാർക്ക് വന്നില്ലെങ്കിൽ നമ്മളെ പോലുള്ള കുരുട്ടു
ബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തോന്നും. അതുകൊണ്ട് ഋഷിമാർ നേരത്തെ പറയുകയാണ്, സൂത ഗോസ്വാമി അങ്ങേക്ക് ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങയിൽ നിന്ന് ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പൊ പറയുകയാണ്, ത്വയാ ഖലു പുരാണാനി സേ ഇതിഹാസാനി ച അനഘ ആഖ്യാതാനി അധീതാനി. ഈ 2-3 വാക്കുകളാണ് അതിനകത്ത് ഗുണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് ഗുണങ്ങൾ? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗുണങ്ങളുമുണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ്? അദ്ദേഹത്തിന്റെ ജ്ഞാനം. സൂത ഗോസ്വാമി എന്ന് പറയുന്നത് അങ്ങ് തീർച്ചയായിട്ടും എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചിരിക്കുന്ന ആളാണ്. പുരാണാനി ഇതിഹാസാനി അതെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. ഇനി രണ്ടാമത് അനഘ. അനഘ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങ് ഒരു കളങ്കവും ഇല്ലാത്ത ആളാണ്, അനഘ. ഇനി മൂന്നാമത്തേത് അധീതാനി. അധീതാനി ധർമ്മശാസ്ത്രാണി. ഈ ധർമ്മശാസ്ത്രങ്ങളെ എല്ലാം അധീതാനി എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് ധർമ്മശാസ്ത്രങ്ങളെ എല്ലാം. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഖ്യാതാനി, അതെല്ലാം ഞങ്ങൾക്ക് അതേപടി പറഞ്ഞു തരാനും പറ്റും. ഇവിടെയാണ് എന്തുള്ളത്? സൂത ഗോസ്വാമിയുടെ ഗുണങ്ങളുള്ളത്. ഒന്ന്, അദ്ദേഹം എല്ലാ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും മനസ്സിലാക്കിയിരിക്കുന്നു. മനസ്സിലാക്കാതെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല. നമ്മൾ ഈ ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ 18,000 ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് തത്ത പോലെ പറഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇനിയുള്ളവർക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ജീവിതത്തിൽ ശ്രീമദ് ഭാഗവതം പരിവർത്തനം ഉണ്ടാക്കണം. ആ പരിവർത്തനം ഉണ്ടായില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ തത്ത പറയുന്നത് പോലെ പറയും, അവർ അത് കേൾക്കും, ഈ ചെവിയിൽ കേൾക്കും, ഈ ചെവിയിൽ കൂടെ എടുത്തു കളയും, ഇങ്ങോട്ട് കൊണ്ടുപോകില്ല, എവിടെ ഹൃദയത്തിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ജ്ഞാനമല്ല വിജ്ഞാനമാണ് വേണ്ടത് എന്ന് അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ ഇവിടെ സൂത ഗോസ്വാമി അങ്ങനെയുള്ള ആളാണ്, ഒന്നാമത്തത്. ഇനി 2, അനഘ, അതായത് സിൻലെസ്. സിൻലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളങ്കമില്ലാത്തവനാണ്. വേറെ ഒരു അൾട്ടീരിയർ മോട്ടീവും ഇല്ല സൂത ഗോസ്വാമിക്ക്. സൂത ഗോസ്വാമി എന്തിനാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് ഈ ഭാഗവതം പ്രവക്താവായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും പെരുമയും കിട്ടാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമ്പത്ത് കിട്ടാനോ, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ആണോ? അല്ല. ഒരു കളങ്കവുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അൾട്ടീരിയർ മോട്ടീവ് ഒന്നുമില്ല. അതാണ് അനഘ എന്നതിന്റെ അർത്ഥം. പിന്നെ പഠിക്കാതെ ആർക്കും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ഗുരുവിൽ നിന്നും ഇത് അഭ്യസിച്ചിരിക്കുന്ന ആളാണ് സൂത ഗോസ്വാമി. സൂത ഗോസ്വാമി യു ഹാവ് സ്റ്റഡീഡ് അധീതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. കാരണം ഒരാൾ പറയുകയാണ്, എനിക്ക് ഗുരുവില്ല, ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അങ്ങനെ സെൽഫായിട്ടുള്ള ഒരു ഗുരു എന്ന് പറയുന്നത് ഒരു കള്ളനാണ്. കാരണം എന്താണ്? നമ്മൾക്ക് അങ്ങനെ ആകാൻ പറ്റുകയില്ല. അതാണ് ഏവം പരമ്പരാപ്രാപ്തം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നതിന്റെ അർത്ഥം. ഈ ജ്ഞാനം എന്ന് പറയുന്നത്, അല്ലയോ അർജുന, നിനക്ക് ഞാൻ ആദ്യമായിട്ട് ഉപദേശിച്ചു തരുന്നതല്ല. ഇതിനു മുന്നേ ഉപദേശിച്ചിട്ടുണ്ട്. ആർക്ക്? വിവസ്വാൻ സൂര്യദേവന് ഉപദേശിച്ചിട്ടുണ്ട് ഞാൻ തന്നെ. അതിനുശേഷം അത് പരമ്പര വഴി വന്നിട്ട് രാജാക്കന്മാർ, അതായത് വളരെ ക്ഷത്രിയരായിട്ടുള്ള വളരെ ഗുണവാന്മാരായിട്ടുള്ള രാജാക്കന്മാരെല്ലാം ഇത് ശ്രവിച്ചു പോരുന്നു. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇത് വന്നിട്ട് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അതാണ് വീണ്ടും നിന്നോട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്ന ജ്ഞാനമല്ല. നമ്മൾ ഈ കേൾക്കുന്ന ഭാഗവതവും അതുപോലെ തന്നെയാണ്. ഇപ്പൊ പറയുന്നല്ലേ, വ്യാസദേവൻ ഇത് എഴുതി വെച്ച് മാത്രമേ ഉള്ളൂ, ക്രോഡീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വ്യാസദേവൻ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കലികാലത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭാഗവതം എഴുതി വെച്ചിരിക്കുന്നു. ഇതിനു മുന്നേ അപ്പൊ ഭാഗവതം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അന്നത്തെ ആൾക്കാരെല്ലാം ശ്രുതിധരന്മാരായിരുന്നത് കൊണ്ട് അവർക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 18,000 ശ്ലോകം നമ്മൾ 18,000 ശ്ലോകമല്ല, 70 ശ്ലോകം വരെ കാണാതെ പഠിക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കാനോ, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടോ നമുക്ക് പറ്റുകയില്ല. കാരണം നമുക്ക് അത്രത്തുള്ള ബുദ്ധിയേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ആൾക്കാര് നാരദരും നാരദമുനിയിൽ നിന്നും കേട്ടത് എങ്ങനെയാണ്? വ്യാസദേവൻ വന്നിട്ട് നോട്ട് എഴുതിയെടുക്കില്ല. ലെക്ചർ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പോസ് ചെയ്ത് വെച്ചിട്ട് നോട്ട് എഴുതിയെടുക്കും, പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നോട്ട് എഴുതിയെടുക്കും. ഇങ്ങനെയല്ല വ്യാസദേവൻ കേട്ടത്. വ്യാസദേവന് ശ്രീമദ് ഭാഗവതം വന്നിട്ട് നാരദമുനി പറഞ്ഞു കൊടുത്തത്, വ്യാസദേവൻ ശ്രുതിധരനായിരുന്നു. വ്യാസദേവൻ വന്നിട്ട്
അത് സ്വന്തം മകനായിട്ടുള്ള ശുകദേവ ഗോസ്വാമി അവധൂതനാണ്. ശുകദേവ ഗോസ്വാമി എന്താണ്, വസ്ത്രം പോലും ധരിക്കാതെയാണ് ഈ ശ്രീമദ് ഭാഗവതം കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യും, പരിവ്രജകാചാര്യനായി പോയി. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ എവിടുന്നാണ് പുസ്തകം എഴുതാനിരിക്കുന്നത്, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാനിരിക്കുന്നത്? എത്ര നോട്ട് ബുക്കും കൊണ്ടാണ് അദ്ദേഹം പോയത്? അല്ലെങ്കിൽ താളിയോലയും കൊണ്ടാണ് അദ്ദേഹം പോയത്? ഇല്ല, അദ്ദേഹത്തിന് താളിയോലയൊന്നും ആവശ്യമില്ല. അദ്ദേഹം ശുദ്ധിധരനായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. കാരണം എന്താണ്, നമ്മൾ കലികാലത്തെ ആൾക്കാർക്ക് വളരെ നല്ല ഗുണങ്ങളുണ്ട്. നമ്മൾ കാണും ഇനി എന്താണ് കലികാലത്തെ ആൾക്കാരുടെ ഗുണങ്ങളെന്ന്. അപ്പോൾ ഈ ധർമ്മഗ്രന്ഥങ്ങൾ ആരുടെ അടുത്ത് നിന്ന് പഠിക്കണം? അധീതാനി മനസ്സിലാക്കണം. ആരുടെ അടുത്ത് നിന്ന്? ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം. എന്നാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? ആഖ്യാതാനി പറയാൻ പറ്റുകയുള്ളൂ. ഗുരുവിൽ നിന്ന് കേൾക്കാതെ നമ്മൾക്ക് തോന്നുന്നത് പോലെ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുകയില്ല. അപ്പൊ 4 കാര്യങ്ങൾ. 1 പുരാണാനി ഇതിഹാസാനി, എന്താണ്, എല്ലാത്തിനെയും മനസ്സിലാക്കിയ ആളാണ്. അനഘനാണ്. അനഘ എന്ന് പറഞ്ഞാൽ സിൻലെസ് ആണ്. അധീതാനി പഠിച്ചിട്ടുള്ളയാളാണ് ഗുരുവിൽ നിന്നും. പിന്നെ ആഖ്യാതാനി, ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സദാ യോഗ്യനാണ്. പിന്നെ എന്താണ്, ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ഡയറക്ട്ലി ആണ് ഇതെല്ലാം വന്നിട്ട് കേട്ടിരിക്കുന്നത്. ആര്? സൂത ഗോസ്വാമി. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ആ സദസ്സിലുണ്ടായിരുന്നു. വ്യാസദേവനും നാരദമുനിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ, ദേവന്മാർ പോലും ഉണ്ടായിരുന്നു. അവസാന നിമിഷം പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് സ്വന്തം ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഈവൻ ദേവന്മാർ പോലും അവിടെ ഉണ്ടായിരുന്നു. ആ സദസ്സിൽ സൂത ഗോസ്വാമിയും ഉണ്ടായിരുന്നു. സൂത ഗോസ്വാമി ഡയറക്ട്ലി അത് ശുകദേവ ഗോസ്വാമിയുടെ അടുത്ത് നിന്നും കേട്ടതാണ് എന്നാണ് ഋഷിമാര് പറയുന്നത്. ഇതാണ് സൂത ഗോസ്വാമിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ്, അല്ലെങ്കിൽ പുറമെ, അദ്ദേഹത്തിന്റെ പുറമേയുള്ള ക്വാളിറ്റീസ്. ഇനി അത് മാത്രമല്ല, അടുത്ത ശ്ലോകത്തില് 7ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നു? ഡീപ്പായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്നർ ക്യാരക്ടറിസ്റ്റിക്സ് പറയും. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയ സൂത പരാവരവിദോ വിദു. എന്താണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? സ്പിരിച്വൽ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ, അതായത് വേദവിദാം ശ്രേഷ്ഠ, ഈ വേദവിത്ത് അറിയുന്നവൻ എന്നാണ്. വേദവിദാം ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ഈ വേദസാഹിത്യങ്ങളെ അറിയുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ, ഇപ്പോൾ ഉള്ള ആള് അങ്ങാണ്. ഭഗവാൻ ബാധരായണ അന്യേച്ച മുനയ സൂത പരാവര വിദോ വിദു. അതായത് എന്താണ്, 7ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ബാദരായണൻ, അതായത് ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ഡയറക്ട്ലി ആണ് അങ്ങ് ഇത് കേട്ടിരിക്കുന്നത്. വേദവിദാം ശ്രേഷ്ഠനായിരിക്കുന്ന ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ഡയറക്ട്ലി കേട്ടിരിക്കുന്നു. അടുത്ത ശ്ലോകത്തിലാണ് ശുകദേവ ഗോസ്വാമിയുടെ ഇന്നർ ആയിട്ടുള്ള ക്വാളിറ്റീസ് മെൻഷൻ ചെയ്യുന്നത്. 8ാമത്തെ ശ്ലോകം. 8th ശ്ലോകം ഉണ്ടോ? 8ാമത്തെ ശ്ലോകം. വേദ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതഃ. വേദ ത്വം സൗമ്യ തത്സർവം സോറി ഹരേ കൃഷ്ണ. യെസ്. വേദ ത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതഃ. എന്താണ് പറയുന്നത്? ഡീപ്പർ ആസ്പെക്ട്സ്. അപ്പൊ ആദ്യത്തെ 6ഉം 7ഉം ശ്ലോകങ്ങളിൽ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1, അദ്ദേഹം ധർമ്മശാസ്ത്രങ്ങളെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അനഘയാണ്. അദ്ദേഹം അധീതാനി, ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആഖ്യാതാനി, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു, അദ്ദേഹം എന്താണ്, വേദവിദാം ശ്രേഷ്ഠനായിട്ടുള്ള ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ഡയറക്ട്ലി കേട്ട ആളാണ് സൂത ഗോസ്വാമി. ഇത്ര 5 കാര്യങ്ങളാണ് 6, 7 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഇന്നർ ക്വാളിറ്റീസ്, അതായത് ഉള്ളിലുള്ള പുറമേയുള്ള കാര്യങ്ങളാണ്. ജ്ഞാനം, ആരിൽ നിന്നാണ് കേട്ടത്, അദ്ദേഹത്തിന് കളങ്കരഹിതനാണ്, അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം പുറമേയുള്ള ക്വാളിറ്റീസ് ആണ്. പക്ഷേ അത് മാത്രമല്ല, അകമേ എന്താണ് അദ്ദേഹം എന്ന് പറയുന്നത്?
ഒന്ന്, ഈ ക്വാളിറ്റീസ് എന്തിനാണ്? ഈ ക്വാളിറ്റീസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ചില ആൾക്കാർക്ക് പുറമെ എത്രയധികം ജ്ഞാനം ഉണ്ടെങ്കിലും അകമേ ആ ജ്ഞാനം കൊണ്ട് എന്തുണ്ടാവുകയില്ല, മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ നോളജ് ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് ഇവിടെ ഋഷിമാര് പറയുന്നത്. എന്താണ്? പുറമെ എത്രയധികം നോളജ് ഉണ്ടെങ്കിലും, ഇപ്പൊ നിങ്ങൾക്കറിയാം രാവണൻ അല്ലെ, രാവണൻ വേദശാസ്ത്രങ്ങളെ എല്ലാം വന്നിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, കാരണം അദ്ദേഹം വിശ്വാവസ പോലെയുള്ള ഒരു വലിയ മഹർഷിയുടെ പുത്രനാണ്. പക്ഷേ എന്താണ് പ്രയോജനം? അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. ആ മാറ്റങ്ങൾ എന്ത് ചെയ്തു? ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം അത് എന്താണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ അസുര സ്വഭാവം മാത്രമേ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. ഉള്ളിൽ എന്താണ്? പൊള്ളയാണ്. കാരണം പുറത്ത് എന്തോരം വേദവാക്യങ്ങൾ പറഞ്ഞാലും അകത്ത് വ്യത്യാസം വന്നില്ല എന്നുണ്ടെങ്കിൽ രാവണനെ പോലെ ആയിപ്പോകും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിഭീഷണൻ അതേ സെയിം കുലത്തിൽ ജനിച്ച ആളാണ്. ആ കുലത്തിൽ ജനിച്ച വിഭീഷണന് പക്ഷേ ആരുടെ സ്വഭാവമില്ല? അസുരന്റെ സ്വഭാവമൊന്നുമില്ല. ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായി, ഹൃദയത്തിന് പരിവർത്തനം. അതുകൊണ്ട് വിഭീഷണൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വയം രാമചന്ദ്രമൂർത്തിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കാര്യമായിട്ടെടുത്തു. രാവണന്റെ വേദജ്ഞാനം കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ആർക്കും പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ വിഭീഷണന്റെ ജ്ഞാനം കൊണ്ട് രാമചന്ദ്രമൂർത്തി, അതായത് സ്വയം ഭഗവാൻ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ വേണം. ഈ പുറമേയുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ആയാലും ശരി, അകമേ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇതൊന്നും നമുക്ക് നന്നായി, അതായത് പരിവർത്തനം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ആരും കേൾക്കുകയില്ല. ഒന്ന്, എന്താണ് ക്വാളിഫിക്കേഷൻ? സൗമ്യ, വേദത്വം, സൗമ്യ എന്ന് പറഞ്ഞാൽ വെരി പ്യോർ ഹാർട്ട് എന്നാണ്. വളരെയധികം ഗുണവാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്യോർ പരിശുദ്ധനായിട്ടുള്ള ഹൃദയത്തോടു കൂടിയാണ്. കാരണം ആ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ട്രാൻസെൻഡന്റൽ നോളജ് അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അനർത്ഥ നിവൃത്തി വരണം. എന്താ ഈ അനർത്ഥ നിവൃത്തി എന്ന് പറഞ്ഞാൽ? അനർത്ഥങ്ങൾ മെയിൻലി 6 തരത്തിലുള്ള അനർത്ഥങ്ങൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഇതിനെയാണ് മെയിൻ ആയിട്ടുള്ള 6 അനർത്ഥങ്ങൾ എന്ന് പറയും. ഇനി ഇതൊന്നും പറയാത്ത ഒരുപാട് അനർത്ഥങ്ങൾ ഇനിയുമുണ്ട്. അതിനെയെല്ലാം ഇത് കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ഒരാളുടെ ഹൃദയം പ്യോർ ആകണം. അതാണ് ഇവിടെ സൗമ്യ എന്ന് പറയുന്നത്. അങ്ങനെ പരിശുദ്ധനായാലും മാത്രം പോരാ, ഇനി ഒരു കാര്യം കൂടി വേണം. സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമുള്ളവൻ, അല്ലെങ്കിൽ അഫെക്ഷനേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ബാക്കിയുള്ളവരോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഹൃദയത്തിൽ നടന്ന ഈ ഒരു കാര്യം, അനർത്ഥങ്ങളെല്ലാം മാറി ജ്ഞാനം കൊണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്കും ഈ അനർത്ഥങ്ങൾ മാറാനുള്ള ഒരു ഇട കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവരോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? ഈ ജ്ഞാനം അവർക്കും കൂടി കൊടുത്തിട്ടാണ്. അപ്പോൾ അവരുടെ ഹൃദയവും പ്യുവർ ആകും. അതാണ് സ്നിഗ്ധസ്യ എന്ന് പറയുന്നത്. അപ്പോൾ സൗമ്യ ആൻഡ് സ്നിഗ്ധ, ഇതാണ് ആദ്യത്തെ 2 ഇന്നർ ക്വാളിറ്റീസ്, സ്പിരിച്വൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സൗമ്യ ആൻഡ് സ്നിഗ്ധ? ഇതായതുകൊണ്ടാണ് നിന്റെ ഗുരു, അതായത് ശുകദേവ ഗോസ്വാമി എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം അല്ലെങ്കിൽ നിന്റെ എല്ലാ തരത്തിലുള്ള ഒരാൾ മാത്രമല്ല, സൂത ഗോസ്വാമിക്ക് അനേകം വന്നിട്ട് ശിക്ഷാഗുരുക്കന്മാർ. അദ്ദേഹത്തിന് വേദസാഹിത്യങ്ങൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്, ശ്രീമദ് ഭാഗവതം കേട്ടിരിക്കുന്ന സൂത ഗോസ്വാമിയിൽ നിന്ന്, ശുകദേവ ഗോസ്വാമിയിൽ നിന്നാണെങ്കിലും ഒരുപാട് മറ്റ് മുനിമാരിൽ നിന്നും ഋഷിമാരിൽ നിന്നും എല്ലാം ശ്രവിച്ചിട്ടുണ്ടാകും. ഇദ്ദേഹം സൗമ്യനും സ്നിഗ്ധനും ആയതുകൊണ്ടാണ് അവരെല്ലാം അങ്ങേ അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത്, ഗുരുവിന്റെ അനുഗ്രഹം. തദ് അനുഗ്രഹാത്. എന്താണ് തദ് അനുഗ്രഹാത്? അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ അനുഗ്രഹത്താലാണ് അങ്ങേക്ക് ഈ ജ്ഞാനം വന്നിരിക്കുന്നത് എന്ന് ആര് പറയുന്നു? ശൗനകാദി ഋഷിമാരെല്ലാം പറയുന്നു. അപ്പോൾ ഗുരുവിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് ശൗനകാദി ഋഷിമാർ ഇവിടെ സൂത ഗോസ്വാമിയുടെ എക്സാമ്പിൾ വെച്ച് പറയുന്നു. നമ്മളുടെ ഈ ബുദ്ധി അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിലും ഒരുപാട് ഉന്നതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്.
നിങ്ങൾ വായിച്ചു നോക്കൂ ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, അല്ലെങ്കിൽ എന്ത് വേദസാഹിത്യങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾ PhD ഉള്ള ആളാണെങ്കിലും, സാഹിത്യത്തിൽ PhD നേടിയ ആളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം ബൗദ്ധികമായിട്ടുള്ള അത്ര ഉന്നതമായിട്ടുള്ള നിലയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഈ കാര്യങ്ങൾ വായിച്ച് ഹൃദയത്തിനെ പരിശുദ്ധമാക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ കരുണ കൂടിയേ തീരും. അതാരാണ്? ഗുരുവിന്റെ കരുണ. കാരണം ഗുരുവാണ് എല്ലാ ശാസ്ത്രങ്ങളെയും നമുക്ക് റിവീൽ ചെയ്തു തരുന്നത്. ആ ഗുരുവിന്റെ കരുണ ഇല്ലാതെ ഒരു തരത്തിലുള്ള ഇന്റലക്ച്വൽ എബിലിറ്റി അല്ലെങ്കിൽ ബൗദ്ധികപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിലും നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയില്ല, ഒരിക്കലും പറ്റുകയില്ല. അതാണ് ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ് ഉദാഹരണം പറഞ്ഞത്? ഒരു റൈപ്പൻഡ് ഫ്രൂട്ട് മരത്തിൽ ഇങ്ങനെ നിൽക്കണം. ആ ഫ്രൂട്ടിനെ അവിടെ നിന്നും താഴെ എന്ത് ചെയ്യുകയാണ്? വീഴുകയാണെങ്കിൽ അത് പൊട്ടി തകർന്നു പോകും, ആർക്കും പ്രയോജനം ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് അത് താഴെ കൊണ്ടുവരുന്നത്? ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ആൾക്കാര് ഈ ക്രമമായിട്ട് നിന്നിട്ട് മേലെ നിന്നുള്ള ആള് അത് വളരെ സൂക്ഷിച്ച് പൊട്ടിച്ച് അടുത്ത ആളിന് കൊടുക്കുക, ഇനി താഴെയുള്ള ആളിന് കൊടുക്കുക, താഴെയുള്ള ആളിന് കൊടുക്കുക. അങ്ങനെ പോയാൽ മാത്രമേ ആ നോളജ് എന്ന് പറയുന്നത് അപ്പടി പ്രിസർവ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ആണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഭാഗവതത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പുരാണത്തിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ആൾക്കാർ വരി കൈമാറി വരുന്നത്, ഈ പരമ്പര എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ പരമ്പരയിൽ നിന്നും പഠിക്കുന്നത് കൊണ്ടാണ് ആർക്ക് ഈ നോളജ് അദ്ദേഹത്തിന്, അതായത് സൂത ഗോസ്വാമിക്ക് നമ്മൾക്ക് പറഞ്ഞു തരാൻ അങ്ങ് യോഗ്യനായത്, പ്രവക്താവ് ആകാൻ അങ്ങേക്ക് യോഗ്യതയുള്ളത് എന്തുകൊണ്ടാണ്? അങ്ങ് പരമ്പരയിൽ നിന്നും ഈ ജ്ഞാനം സ്വീകരിച്ചത് കൊണ്ടാണ്. ബ്രഹ്മദേവൻ, നാരദമുനി, വ്യാസദേവൻ, ശുകദേവൻ, പിന്നെ പരീക്ഷിത്ത് മഹാരാജാവ്, സൂത ഗോസ്വാമി. പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെയാണ് സൂത ഗോസ്വാമിയെ പോലുള്ള ഒരുപാട് ഋഷിമാർ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ സൂത ഗോസ്വാമി, അതായത് ഈ ഇത്രത്തോളം ആൾക്കാരിൽ നിന്നും കേൾക്കുമ്പോൾ അവരുടെ സ്നേഹവും അവരുടെ ഭഗവാനോടുള്ള ഭക്തിയും എല്ലാം കൂടെയാണ് ഈ നോളജ് എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ സൗമ്യനും സ്നിഗ്ധനും ആയതുകൊണ്ട് അങ്ങയുടെ ഗുരുക്കന്മാർ അങ്ങയിൽ പ്രസാദിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്താൽ അങ്ങേക്ക് എല്ലാ ജ്ഞാനവും തന്നിട്ടുണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര് സംസാരിച്ചാലും, ബ്രഹ്മദേവൻ സംസാരിച്ചാലും, നാരദമുനി സംസാരിച്ചാലും, വ്യാസദേവൻ സംസാരിച്ചാലും, ശുകദേവ് ഗോസ്വാമി സംസാരിച്ചാലും, പരീക്ഷിത്തോ അല്ലെങ്കിൽ സൂത ഗോസ്വാമി സംസാരിച്ചാലും ആരാണ് അവരിലൂടെ സംസാരിക്കുന്നത്? നമ്മളെ കേൾക്കുന്നത് ആരുടെ വാക്കുകളാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളാണ്. സ്വയം കൃഷ്ണ തുല്യ ഭാഗവത് അങ്ങനെയാണ് പറയുന്നത്. കൃഷ്ണനാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും റെപ്രസെന്റേറ്റീവ്സ് ഓഫ് കൃഷ്ണയാണ്. അതുകൊണ്ടാണ് അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ? ഈ തരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ ജ്ഞാനം വന്നിട്ട് നമുക്ക് കേട്ടാലും അത് നമുക്ക് ഹൃദയസ്ഥമാവുകയോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് തോന്നുകയോ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നതും. നിങ്ങൾ ഒരു രത്നത്തിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ രത്നത്തിനെ ആരും കാണാതെ ഒരു സ്ഥലത്ത്, ഒരു പൊതിക്കകത്ത്, ഒരു പേപ്പറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഭയങ്കര പട്ടുതുണിയിലോ പൊതിഞ്ഞ് ഒരു സ്ഥലത്ത് വെക്കും. ഒരു അനക്കവും പോലും അത് തട്ടത്തില്ല, ആരും കാണാനും സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് അതിനെ പ്രിസർവ് ചെയ്യുന്നത്. പക്ഷെ വേദങ്ങൾ അങ്ങനെയല്ല പ്രിസർവ് ചെയ്യുന്നത്. വേദങ്ങൾ പ്രിസർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതിനെ എല്ലാവർക്കും ദാനം ചെയ്തുകൊണ്ടാണ്. ജ്ഞാനത്തിന്റെ പ്രത്യേകത അതാണ്. ഈ നോളജ് എന്ന് പറയുന്നത് ദാനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളിൽ മാത്രം ഒതുങ്ങും, എൻ്റെ അടുത്ത് മാത്രം ഒതുങ്ങി നിൽക്കും. പക്ഷെ ആരാണ് ഈ ജ്ഞാനം എല്ലാവർക്കും പകർന്നു നൽകി കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ മാത്രമല്ല, ഈ എല്ലാവരും വന്നിട്ട് ആ ജ്ഞാനത്തിനെ എന്ത് ചെയ്യും? അവിടെ എവിടെ എല്ലാം സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ആ ജ്ഞാനം പ്രിസർവ്ഡ് ആകും. ഞാൻ ഇല്ലാതായി പോയാലും ഈ ജ്ഞാനം പ്രിസർവ്ഡ് ആണ്, ഇനി ഒരാളിൽ പ്രിസർവ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മൾക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? അത്രയും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമുക്ക് മനസ്സിലായത്, ആ മനസ്സിലായ കാര്യം ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നുകൂടി അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത് ആ നോളജ് പ്രിസർവ് ചെയ്യുകയാണ്. ഇതാണ് ഈ പ്രിസർവേഷൻ. വേദസാഹിത്യങ്ങളെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് അതിനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രത്നത്തിനെ സൂക്ഷിച്ചു വെക്കുന്ന പോലെ, നിധിയെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ അല്ല വേദസാഹിത്യങ്ങളെ സൂക്ഷിച്ചു വെക്കുന്നത്. പ്രിസർവേഷൻ ബൈ പ്രീച്ചിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ
പക്ഷേ ഇങ്ങനെയൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗമ്യനും സ്നിഗ്ധനുമായിരിക്കുന്ന സൂത ഗോസ്വാമിക്ക് ആരുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു? തദനുഗ്രഹാത് എന്ന് പറഞ്ഞു. എന്തനുഗ്രഹം? അങ്ങയുടെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അദ്ദേഹത്തിന് മനസ്സിലാവുകയുള്ളൂ. 2 ഉദാഹരണം. ഒന്ന് ഭാഗവതത്തിലെ തന്നെ ഉദാഹരണം, രോമഹർഷണ സുത ബലരാംജി. ബലരാംജി എന്താണ്? ബലരാംജി രോമഹർഷണ സുത വന്നിട്ട് അദ്ദേഹത്തിന്റെ വ്യാസാസനത്തിൽ ഇരുന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇതേ ഭാഗവതം അല്ലെങ്കിൽ ഇതേ വേദ സാഹിത്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആദി ഗുരുവായിട്ടുള്ള ബലരാംജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സംകർഷണമൂർത്തി, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത എക്സ്പാൻഷൻ ആണ് എന്ന് പറയുന്നു ബലരാംജി, സംകർഷണമൂർത്തി. അദ്ദേഹം വരുന്നു. അദ്ദേഹമാണ് ആദി ഗുരു എന്ന് പറയപ്പെടുന്നത്. എല്ലാവരും, സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റു. രോമഹർഷണ സുത എന്തുകൊണ്ടോ എഴുന്നേറ്റില്ല. കാരണം അദ്ദേഹത്തിന് ആ വ്യാസാസനത്തിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തുണ്ടായില്ല? സൗമ്യ, സ്നിഗ്ധ, ഈ 2 ക്വാളിറ്റീസ് ഉണ്ടാവണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ സൗമ്യയും സ്നിഗ്ധയും, സൗമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്? സൗമ്യന്റെ അർത്ഥം വെരി പ്യുവർ, ഹൃദയത്തിലെ അനർത്ഥങ്ങളെല്ലാം മാറണം. നമ്മൾ ഈ എക്സ്റ്റേണൽ നോളജ് ഉണ്ടെങ്കിലും ഹൃദയത്തിലെ അനർത്ഥം മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അഹങ്കാരം, ദമ്പം, ദർപ്പം ഇതൊന്നും മാറുകയില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഇന്റേണലി അദ്ദേഹത്തിന് വളരെയധികം പ്രൈഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഈ വ്യാസാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ബലരാംജി വന്നപ്പോൾ അദ്ദേഹം എണീറ്റില്ല. ബലരാംജിക്ക് സഹിക്കാതെ പോയത് തന്നോടുള്ള അവഗണനയല്ല. വ്യാസാസനത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ അല്ല ഒരാൾക്ക് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കേണ്ടത്. വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾ സ്വന്തം ഗുരുവിനെ ബഹുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ എങ്ങനെ സ്വന്തം ഗുരുവിനെ ബഹുമാനിക്കും? അല്ലെങ്കിൽ ആ വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? ഈ ജ്ഞാനം അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ജ്ഞാനം പ്രവക്താവായിട്ടിരിക്കാൻ ആര് കേപ്പബിൾ അല്ല, അല്ലെങ്കിൽ ആര് അതിന് യോഗ്യനല്ല എന്ന് ബലരാംജിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ബലരാംജി തീരുമാനിച്ചു, രോമഹർഷണ സുത അതിന് യോഗ്യനല്ല മനസ്സിലായി. അപ്പൊ ബലരാംജി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഏറ്റവും കഠിനമായിട്ടുള്ള പണിഷ്മെന്റ് തന്നെ കൊടുത്തു. ഒരു ബ്ലേഡ് ഓഫ് ഗ്രാസ്, ഒരു പുൽക്കൊടി. അദ്ദേഹം അതുകൊണ്ട് രോമഹർഷണ സുതനെ വധിച്ചു കളഞ്ഞു. അത് ഒന്നാമത്തെ എക്സാമ്പിൾ. ഗുരുവിന്റെ എന്തില്ല എന്നുണ്ടെങ്കിൽ, ഗുരുവിന്റെ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ, എന്ത് എക്സ്റ്റേണൽ നോളജ് ഉണ്ടെങ്കിലും ഹൃദയത്തിൽ പ്രൈഡ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയില്ല? നമുക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രവക്താവായിട്ടിരിക്കാൻ പറ്റുകയില്ല. ഒന്നാമത്തെ ഉദാഹരണം. നേരെ ഓപ്പോസിറ്റ് ഉദാഹരണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃതത്തില് ദക്ഷിണേന്ത്യയിലെ ചൈതന്യ മഹാപ്രഭു വരുമ്പോ അദ്ദേഹം ഒരു ടെമ്പിളിലെത്തുമ്പോ അവിടെ ഒരു ഭക്തനെ കണ്ടു. ഒരു ബ്രാഹ്മണൻ, വളരെ ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, പഠിച്ചിട്ട് പോലുമില്ല അയാൾ ഒരു താളിയോലയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വഴിയിൽ പോകുന്ന ആൾക്കാരെല്ലാം, ബാക്കിയുള്ള ബ്രാഹ്മണന്മാരെല്ലാം അദ്ദേഹത്തിനെ വഴക്ക് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇതെന്താണ് ഇയാൾ കാണിക്കുന്നത്? ഇയാളാണെങ്കിൽ ഒരു പഠിച്ചിട്ടുമില്ല, പിന്നെ ഈ പുസ്തകം കൊണ്ട് എന്താണ് ഇരിക്കുന്നത്, എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാരെ കളിയാക്കുന്നു. പക്ഷെ ഇയാൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ഈ ബ്രാഹ്മണൻ വന്നിട്ട് ആ താളിയോലയുടെ അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല. അദ്ദേഹം അത് മറിച്ചു നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. താളിയോലയുടെ ആദ്യത്തെ പുറത്തില് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ഒരു പടം കണ്ടു. അത് കാണുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇത് കണ്ടു. അദ്ദേഹം ഓടി വന്നിട്ട് ആ ബ്രാഹ്മണന്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചു. ആ ബ്രാഹ്മണൻ ഉത്തരം പറഞ്ഞു, അല്ലയോ പ്രഭു, ഞാന് ഒരു ഇല്ലിറ്ററേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, എനിക്ക് വായിക്കാൻ പോലും അറിയുകയില്ല. പക്ഷേ എന്റെ ഗുരു എന്നോട് പറഞ്ഞു ദിനവും ഭഗവത്ഗീത വായിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അങ്ങ് വായിക്കുക മാത്രമല്ല അങ്ങ് കരയുകയും കൂടി ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറയുകയാണ്, നോക്കൂ, ഇതിന്റെ ആദ്യത്തെ താളില് വരച്ചിരിക്കുന്ന ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ, അങ്ങേക്ക് മനസ്സിലാകും. സ്വന്തം ഭക്തന്റെ ആ തേരിനെ തേരിൽ വന്നിട്ട് സാരഥിയായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് കുതിരകളെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം
കാരുണ്യമാനായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അദ്ദേഹത്തിന്റെ ആ കാരുണ്യത്തെ, ഭക്തനോടുള്ള അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തെ ഓർത്താണ് എനിക്ക് കരച്ചിൽ വരുന്നത് എന്ന് ആ ബ്രാഹ്മണൻ പറഞ്ഞു. അതായത് പാർത്ഥസാരഥിയായിട്ട് തീർന്നത്, ഭഗവാന്റെ ആ ഉന്നതമായിട്ടുള്ള നിലയെ ഭഗവാൻ വന്നിട്ട് ഉപേക്ഷിച്ചിട്ട് ആ രഥത്തില് പാർത്ഥന്റെ സാരഥിയായിട്ട് തീർന്നത് എങ്ങനെയാണ് എന്ന് നോക്കൂ. ആ ചിത്രം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കാരുണ്യമോർത്ത് എനിക്ക് എന്തു വരുന്നു, അത്രയധികം ആനന്ദം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ അശ്രുക്കൾ പൊഴിക്കുന്നത് എന്ന് പറയുന്നു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞ്, അങ്ങ് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും ഭഗവത്ഗീതയുടെ എസൻസ് അല്ലെങ്കിൽ സാരം മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങ് മാത്രമാണ്. കാരണം സബ്മിസീവ്നെസ് ടു ഗുരു, സബ്മിസീവ്നെസ് ടു ഗുരു. 8ാമത്തെ ശ്ലോകത്തിന്റെ പർപ്പോട്ടിൽ നമ്മളത് വായിക്കുന്നില്ല, പക്ഷെ ഞാനത് ഇവിടെ വായിക്കാം. The secret of success in spiritual life is in satisfying the spiritual master and thereby getting his sincere blessings. പ്രഭുപാദ് എഴുതിയിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് തരുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മളുടെ ആധ്യാത്മിക ആചാര്യൻ സാറ്റിസ്ഫൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് ഒരു ഗ്യാരണ്ടിയുമില്ല. എന്താണ് സ്പിരിച്വൽ പ്രോഗ്രസിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്? ആധ്യാത്മിക ആചാര്യനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് തദനുഗ്രഹാത് എന്നതിന് ആ ഒരു പദം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതെല്ലാം കേൾക്കാൻ വേണ്ടി നമ്മളുടെ ചുറ്റിനും ഇരിക്കുന്നത്, നമുക്കറിയാം. പക്ഷേ അത് നമ്മളുടെ ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്താണ്? സഗുരും ഏവാഭി ഗച്ഛേത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ആധ്യാത്മിക ഗുരുനാഥനെ നിങ്ങൾ പ്ലീസ് ചെയ്തിരിക്കണം, അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിരിക്കണം. ആ സിൻസിയർ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, നമ്മൾക്ക് പുരോഗമിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും അവരെങ്ങനെയാണ് ബ്ലെസ് ചെയ്യുന്നത്? ഡയറക്റ്റ്ലി. ഇപ്പൊ ഞാനാണെങ്കിൽ എല്ലാ ദിവസവും വന്നിട്ട് പിന്നെ ഭഗവാന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നു. എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും ഭഗവാന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സർവീസുകൾ ആര് കാണുന്നില്ല? ഡയറക്റ്റ്ലി നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ കാണുന്നില്ല. അദ്ദേഹം വേറൊരു സ്ഥലത്താണ്, നമ്മൾ വേറൊരു സ്ഥലത്താണ്. എങ്ങനെയാണ് അത് കാണുക? എങ്ങനെയാണ് പിന്നെ അദ്ദേഹം ബ്ലെസ് ചെയ്യുക? എന്താണ് ഈ പദത്തിന്റെ അർത്ഥം, ബ്ലെസ്സിങ്ങിന്റെ അർത്ഥം? അതിനൊരു വളരെ ഡീപ്പായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള അർത്ഥമുണ്ട്. ഒരു വൈഷ്ണവൻ, ഗുരു, നമ്മുടെ ശിക്ഷാ ഗുരുക്കന്മാര്, അല്ലെങ്കിൽ നമ്മളുടെ സീനിയർ ഡിവോട്ടീസ്, അവരാരും വന്നിട്ട് ഡയറക്റ്റ്ലി കൊള്ളാം, നീ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ് എന്ന് നമ്മളോട് പറയേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ ആധ്യാത്മിക പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട് സേവനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിൻസിയറിറ്റി, അതായത് നമ്മളുടെ എന്താണ് സിൻസിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻസിയറിറ്റിയുടെ മലയാളം എന്താണ് എനിക്ക് കിട്ടണില്ല. ഓക്കെ, സിൻസിയറിറ്റി, അത് തന്നെ, ആത്മാർത്ഥത. താങ്ക് യു പ്രഭു. ആത്മാർത്ഥത എന്ന് പറയുന്നത് ആ സേവനത്തിൽ കംപ്ലീറ്റ്ലി നമ്മൾ വിനിയോഗിച്ച് എത്ര നമ്മളെ കൊണ്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി ആ സേവനം മികച്ചതായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സേവനം കൊണ്ട് നാച്ചുറലി അവർ ഒന്നും നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്തില്ല എങ്കിൽ കൂടി അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ ആ സേവനത്തിനെ, അതായത് ആ സേവനത്തിനെ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സേവനം കൊണ്ട് നമ്മളുടെ ഗുരുവും എല്ലാ വൈഷ്ണവന്മാരും സംതൃപ്തനാണ്. അവരാരും അത് അക്നോളജ് ചെയ്യണം, കൊള്ളാം, ബലേഭേഷ്, സബാഷ്, ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. എല്ലാം എന്ത് ചെയ്യും? ഭഗവാനും തൃപ്തിയാകും, ഗുരുക്കന്മാരും തൃപ്തിയാകും, വൈഷ്ണവരെല്ലാം തൃപ്തിയാകും. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മളുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ആ സേവനം ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതൊരു ബർഡൻ ആയിട്ടോ അതൊരു ജോലിയായിട്ടോ അല്ലെങ്കിൽ അതൊരു അതൊരു വയ്യാവേലി ആയിട്ടോ ഒന്നും അല്ല കാണേണ്ടത്. അത്ര ആത്മാർത്ഥതയോടുകൂടി വേണം നമ്മൾ ആ സേവനം ചെയ്യാൻ. അങ്ങനെ സേവനം ചെയ്താൽ ബാക്കിയുള്ളവർ ആരും, അതായത് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ വൈഷ്ണവരോ ആരും വന്നിട്ട് തോളിൽ തട്ടിക്കൊണ്ട് യെസ് യു ഹാവ് ഡൺ ഇറ്റ് വെരി ഗുഡ് എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ കാണുന്നുണ്ട്,
വൈഷ്ണവന്മാരെല്ലാവരും പറഞ്ഞില്ലെങ്കിലും അവർ ഹാപ്പി ആകുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ സേവനം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്പിരിച്വൽ മാസ്റ്ററിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി വെരി ഗുഡ് ബലേഭേഷ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. യെസ്, അപ്പോൾ നമ്മളുടെ സിൻസിയറിറ്റി അല്ലെങ്കിൽ ആത്മാർത്ഥതയാണ് ഈ എന്താണ് നമ്മളുടെ ആ സർവീസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്വാധ്യായം, സാധന, സേവനം, 3 കാര്യങ്ങൾ. സ്വാധ്യായം, സാധന, സേവനം, ഈ 3 കാര്യങ്ങളും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരാൾക്ക് സൂത ഗോസ്വാമിയെ പോലെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ആവോളം ഉണ്ടാകും. അപ്പൊ ഈ ശ്ലോകം നമ്മൾക്ക് ഇപ്പോൾ സമയമായി. ഇന്ന് നമുക്ക് ഈ 8ാമത്തെ ശ്ലോകം കൊണ്ട് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവതത്തിന്റെ എന്ത് ചോദ്യങ്ങളാണ് ഋഷിമാർ ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സൂത ഗോസ്വാമി എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് കേൾക്കാം. ഹരേ കൃഷ്ണ.